ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ജനനായകൻ നിർമ്മാതാക്കൾക്ക് തിരിച്ചടി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ തന്നെ ആവശ്യം ഉന്നയിക്കുമെന്ന് സുപ്രീം കോടതി. നിർമ്മാതാക്കളോടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ എന്തിനാണ് സുപ്രീം കോടതിയിൽ വന്നതെന്ന് ചോദ്യം. സിനിമയുടെ റിലീസ് വൈകിയാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ വാദിച്ചിട്ടും കോടതി സമ്മതിച്ചിട്ടില്ല. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയാ സുനിൽ, ഹൈക്കോടതിയെ തന്നെ സമീപിക്കൂ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കാനിരിക്കുന്നതിനിടയിൽ എന്തിന് ധൃതിപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് വന്നു എന്നാണോ ചോദിച്ചത്? നിർമ്മാതാക്കളുടെ തിടുക്കപ്പെട്ടുള്ള നീക്കത്തിന് തിരിച്ചടിയാണോ സുപ്രീം കോടതിയുടെ നിർദ്ദേശം? പിയാ സുനിൽ. അരുൺ, തീർച്ചയായും ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇപ്പോൾ ജനനായകൻ സിനിമയുടെ നിർമ്മാതാവിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തക്കിയാണ് കോടതിയിൽ ഹാജരായത്. ഈ സിനിമ എത്രയും വേഗം റിലീസ് ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാകണം, അതിനുള്ള നിർദ്ദേശം നൽകണം എന്നാണ് മുകുൾ റോത്തക്കി കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഈ കേസ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് തിടുക്കപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് വന്നത് എന്നാണ് ഇപ്പോൾ ജനനായകൻ സിനിമയുടെ നിർമ്മാതാവിനോട് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചാൽ പോരെ, നിങ്ങളുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ചിൽ തന്നെ ഉന്നയിക്കണം, അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് തിരിച്ചു പോകൂ എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത്. മദ്രാസ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത് ഉചിതമല്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി ഈ കേസ് തീർപ്പാക്കിയിട്ടില്ല. അപ്പോൾ തീർപ്പാക്കാത്ത ഒരു കേസ് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നത്? അതുകൊണ്ട് ഇത് വേഗത്തിലുള്ള ഒരു നടപടിയായി പോയി. അതുകൊണ്ട് തിരിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ തന്നെ പോയി ഈ വിഷയം ഉന്നയിക്കൂ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത്. വരുന്ന 21-ാം തീയതിയാണ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ജനനായകൻ സിനിമയുടെ നിർമ്മാതാവിന്റെ കേസ് ഇപ്പോൾ പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വൈകിയാണ്. അതുകൊണ്ട് അതിനു മുൻപുള്ള ഒരു ദിവസം ഈ കേസ് പരിഗണിക്കാൻ നിർദ്ദേശിക്കണം എന്നാണ് ഇപ്പോൾ അഭിഭാഷകനായ മുകുൾ റോത്തക്കി കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ഏതായാലും അതിനും അനുകൂലമായി സുപ്രീം കോടതി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ജനുവരി 20-ാം തീയതിയെങ്കിലും കേസ് ആവശ്യപ്പെടുകയാണ്. പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം സാമ്പത്തിക നഷ്ടം മാത്രമല്ല, 21-ാം തീയതി എന്ന് പറയുമ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ 2 ആഴ്ച വൈകിയായിരിക്കും സിനിമയ്ക്ക് റിലീസ് ഉണ്ടാവുക. 14-ാം തീയതിയെങ്കിലും ചിത്രം റിലീസ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു, അതും നടന്നില്ല. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് അനുകൂലമായ വിധിയുണ്ടായി. അപ്പോൾ തന്നെ സെൻസർ ബോർഡ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. എന്തായാലും അത് നീണ്ടുപോവുകയാണെങ്കിൽ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ഒരു രാഷ്ട്രീയമായ നീക്കങ്ങൾ കൂടിയാണ്. TVK നേതാവ് കൂടിയായ വിജയിയുടെ അവസാനത്തെ ചിത്രമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോൾ ഇനി മറ്റൊരു മാർഗവും മുന്നിലില്ല. 21-ാം തീയതി വരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ, അല്ലേ? അരുൺ, ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു. അപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു. സുപ്രീം കോടതി ഈ ഹർജി പരിഗണിച്ചിട്ടില്ല. ഈ ഹർജി തള്ളിയിരിക്കുന്നു. അപ്പോൾ ഈ KVN പ്രൊഡക്ഷൻസ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ അടിയന്തരമായി സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ജനനായകൻ സിനിമ റിലീസ് ചെയ്യാൻ സുപ്രീം കോടതി അനുമതി നൽകണം എന്ന ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് ഇപ്പോൾ ഈ ജനനായകൻ സിനിമയുടെ നിർമ്മാതാവായ വെങ്കട്ട് നാരായണ നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ്. KVN മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 21-ാം തീയതി മാത്രമേ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജനനായകനുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്ത വിഷയത്തിൽ വാദം കേൾക്കൂ. അത് സെൻസർ ബോർഡിന്റെ വാദം കൂടി കേൾക്കും. നിലവിൽ സെൻസർ ബോർഡ് ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രദർശിപ്പിക്കാമെന്നതായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി. പക്ഷേ അപ്പോൾ തന്നെ സെൻസർ ബോർഡ് ആ ദിവസം തന്നെ പോവുകയും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ ഈ വാദം കേട്ടത്. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയെ തിടുക്കപ്പെട്ട് സമീപിച്ചത്. ഇപ്പോൾ ഈ തിടുക്കപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് എന്തിന്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ തീയതി നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. അതിന് നിർമ്മാതാക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ജനനായകന്റെ നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയായിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ തന്നെ ആവശ്യം ഉന്നയിക്കൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നിർമ്മാതാക്കളോടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 21-ാം തീയതിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിക്കുക. പിയാസുനിൽ, പൊങ്കലിനാണ് ഈ സിനിമ ഇറങ്ങേണ്ടത്. പൊങ്കലിന് ഈ സിനിമ ഇറങ്ങിയില്ലെങ്കിൽ ശരിയാണ്, നിർമ്മാതാക്കൾ പറയുന്നത് പോലെ അതൊരു വലിയ സാമ്പത്തിക നഷ്ടമായിട്ട് മാറും. പൊങ്കൽ സിനിമയാണ്. നേരത്തെ ഈ സിനിമ പൊങ്കലിന് മുൻപ് തന്നെ റിലീസ് ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ സെൻസർ ബോർഡിന്റെ നീക്കം അതിനെ തടഞ്ഞു. അത് വിജയിക്ക് തിരിച്ചടിയാണ്, നിർമ്മാതാക്കൾക്കും തിരിച്ചടിയാണ്. പൊങ്കലിന് ഇറങ്ങാത്ത പക്ഷം സാമ്പത്തിക നഷ്ടമുണ്ടാകും എന്നുള്ള നിർമ്മാതാക്കളുടെ വാദം ശരിയാണെങ്കിലും അതൊരു കോടതി നടപടിക്രമങ്ങളിലൂടെ വരട്ടെ എന്നതായിരിക്കില്ലേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടാവുക? ഉറപ്പായും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വരുന്ന കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു യഥാർത്ഥത്തിൽ ജനനായകൻ സിനിമയുടെ റിലീസ് നിശ്ചയിച്ചിരുന്നത്.
അപ്പോഴാണ് സെൻസർ ബോർഡിന്റെ ഭേദഗതി നിർദ്ദേശം വന്നത്. 10 എഡിറ്റുകൾ വേണം എന്നൊരാവശ്യമൊക്കെ തന്നെ വന്നത്. അത് പിന്നെ വിവാദമായി മാറിയത്. ഈ സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വിജയിയുടെ TVK നേതാവായി മാറിയ, തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ ചലനമുണ്ടാക്കും എന്ന് കരുതുന്ന വിജയിയുടെ അവസാന ചിത്രം എന്ന നിലയിൽ കൂടിയാണ്. അപ്പോൾ ഈ പൊങ്കൽ കാലത്തൊക്കെ തന്നെ തമിഴ്നാട്ടിൽ വലിയ തരംഗമുണ്ടാക്കും ഈ സിനിമ എന്നാണ് വിലയിരുത്തപ്പെട്ടത്. അതിനിടയിലാണ് ഈ വിവാദമുണ്ടാകുന്നത്. ഏതായാലും 9-ാം തീയതി മദ്രാസ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ആദ്യം സിംഗിൾ ബെഞ്ച് അടിയന്തരമായി സിനിമയ്ക്ക് റിലീസ് അനുമതി നൽകണമെന്നും സെൻസർ ബോർഡിനോട് അടിയന്തരമായി സർട്ടിഫിക്കറ്റ് നൽകണം എന്ന നിർദ്ദേശം നൽകിയതുമാണ്. പക്ഷേ അന്ന് തന്നെ ഡിവിഷൻ ബെഞ്ച് ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിനെതിരെയാണ് നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിൽ വന്നത്. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ആ കേസ് എങ്ങനെ സുപ്രീം കോടതി പരിഗണിക്കും എന്നതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇപ്പോൾ നിർമ്മാതാക്കളോട് തിരിച്ച് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ തന്നെ പോയി വിഷയം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരി 21-നാണ് ഈ കേസ് പരിഗണിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം തള്ളി ഈ കേസ് പരിഗണിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനുവരി 20-ന് തന്നെ വാദം കേട്ട് തീരുമാനമെടുക്കാനാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20-ാം തീയതി തന്നെ തീരുമാനമുണ്ടാവും. ഒന്നുകിൽ ജനനായകൻ റിലീസിന് വരും. ഇന്നിപ്പോൾ 15-ാം തീയതിയാണ്. 5 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. വിജയ് ചിത്രം ജനനായകൻ തിയേറ്ററിൽ എത്തുമോ ഇല്ലയോ എന്നതറിയാൻ. മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 20-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ അന്നു തന്നെ വാദം കേട്ട് തീരുമാനിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. കാത്തിരിക്കാം. ജനനായകന് താൽക്കാലികമായൊരു തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നും.